കാണപ്പെട്ട ബാബയുടെ അടുത്ത് വതനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. വതനത്തിൽ പോയപ്പോൾ ബാബയെ കാണപ്പെടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ചിന്തയിലാണ്ടു. ഇന്ന് വതനത്തിൽ ബാബ കാണപ്പെടുന്നില്ല, ഭോഗമായി വന്നിരിക്കുകയുമാണ്, ഓർമ്മകളുമായി വന്നിരിക്കുകയാണ്. പിന്നെ ബാബ മുന്നിൽ കാണപ്പെട്ടു. അപ്പോൾ ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ, ഇപ്പോൾ അങ്ങ് എവിടെ നിന്നുമാണ് വരുന്നത്? അപ്പോൾ ബാബ പറഞ്ഞു, കുട്ടി, ബാബ വിശേഷിച്ച് തൻ്റെ ഭക്തരുടെ അടുത്ത് ചുറ്റി സഞ്ചരിച്ച ശേഷം വതനത്തിലേക്ക് വരികയാണ്. അപ്പോൾ ബാബ വളരെ സ്നേഹത്തോടെയും ആശ്ചര്യത്തോടെയും ബാബ പറയുവാൻ തുടങ്ങി, കുട്ടി, ബാബ തൻ്റെ ഭക്തരായ കുട്ടികളെ കാണുമ്പോൾ ഉള്ളിൽ നിന്നും ബാബയ്ക്ക് വളരെയധികം ദയയും ഉണ്ടാകുന്നു. കാരണം എൻ്റെ ഭക്തരായ കുട്ടികൾ എന്നെ നേടുന്നതിന് വേണ്ടി ഇത്രയും പ്രയത്നവും പരിശ്രമവും ചെയ്യുന്നു. ബാബയെ തിരിച്ചറിഞ്ഞ ബാബയുടെ കുട്ടികൾ ആരാണോ ആ കുട്ടികളുടെ സന്തോഷവും ബാബ നോക്കുകയാണ്. രണ്ടുപേരുടെയും വ്യത്യാസം ബാബ നോക്കുകയാണ്. ബാബ സമയമനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന കുംഭമേളയുടെയും ദൃശ്യം എമർജ് ചെയ്തു. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, ആ കുട്ടികളാണെങ്കിൽ നീന്തുന്നവരാണ്, നിങ്ങൾ മറികടക്കുന്നവരാണ്. അവർ കേവലം ജലത്തിൽ മുങ്ങുക മാത്രം ചെയ്യുന്നു. മറുതീരത്ത് എത്തുന്നതിന് വേണ്ടി, ഭഗവാനെ നേടുന്നതിന് വേണ്ടി ഇത്രയും പ്രയത്നവും പരിശ്രമവും ചെയ്യുന്നു. ബാബ പറഞ്ഞു, എൻ്റെ ഈ ഭക്തരായ കുട്ടികളും തീർച്ചയായും ദ്വാപരയിൽ വരും. ദ്വാപര മുതൽ തുടക്കത്തിലേ വരും. കാരണം അവർ ഈ സമയത്ത് പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇത്രയും തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത്രയും തൻ്റെ ശരീരത്തെ പോലും ദുഃഖവേദനകളിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബാബ പറഞ്ഞു, എൻ്റെ ഈ ഭക്തരായ കുട്ടികൾ ഉറച്ചവരാണ്, അവർക്ക് ദ്വാപരയിൽ വരിക തന്നെ വേണം, ഈ കുട്ടികളിലൂടെ ഭക്തി ചെയ്യുക തന്നെ വേണം. ബാബ പറഞ്ഞു, അതുകൊണ്ട് ഇന്ന് വിശേഷിച്ച് ബാബ ഈ ദൃശ്യം കാണുന്നതിന് വേണ്ടി ചുറ്റി സഞ്ചരിക്കുവാൻ പോയി. കുട്ടികളും ഭക്തരും തമ്മിൽ എത്ര വ്യത്യാസമാണ് ഉള്ളത്. കുട്ടികൾക്കും ബാബയുടെ വീട്ടിലേക്ക് വരുന്നത് വരെയും പല പ്രകാരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. എന്നിരുന്നാലും ബാബ ബാബ എന്ന് പറഞ്ഞ് ബാബയുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നു. എന്നാൽ ആ ഭക്തരായ കുട്ടികളെ കാണുമ്പോൾ ബാബ പറഞ്ഞു, എത്ര പ്രയത്നവും പരിശ്രമവും ചെയ്തിട്ടും ദുഃഖവും വേദനയും സഹിച്ചിട്ട് പോലും ആ പ്രാപ്തി നേടുവാൻ സാധിക്കുന്നില്ല. ബാബ പറഞ്ഞു, അതിനാൽ ബാബ ലോകത്തിലെ ഈ ദൃശ്യം കാണുന്നതിന് വേണ്ടി പുറപ്പെട്ടു. ബാബ പറഞ്ഞു, ഏതു കുട്ടികളാണോ ബാബയെ നല്ല രീതിയിൽ തിരിച്ചറിഞ്ഞത്, നല്ല രീതിയിൽ അറിഞ്ഞത്, ആ കുട്ടികൾ എൻ്റെ ഹൃദയ സിംഹാസനത്തിൽ ഇരിക്കുന്നവരാകുന്നു. ഹൃദയേശ്വരൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന കുട്ടികളാണ്. ബാബ ഇന്ന് ബാബയുടെ എല്ലാ കുട്ടികളുടെയും മേൽ സ്നേഹപൂർവം ഇങ്ങനെ കൈ കറക്കുന്നുണ്ടായിരുന്നു. ബാബയുടെ വളരെയധികം സ്നേഹം കുട്ടികളെ പ്രതി വരുന്നുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, അതിനാൽ ബാബ തൻ്റെ കുട്ടികളെയും വിശേഷിച്ച് ഓർമ്മിക്കുന്നു. ബാബയുടെ ഏതെല്ലാം കുട്ടികൾ വീട്ടിലേക്ക് വരുന്നുവോ, അത് സമീപത്ത് നിന്ന് വരുന്നവരായാലും ദൂരെ നിന്ന് വരുന്നവരായാലും പ്രയത്നിച്ചും പുരുഷാർത്ഥം ചെയ്തും ബാബയുടെ വീട്ടിൽ എത്തിച്ചേരുന്നു. കുട്ടികളെ പ്രതിയുള്ള ബാബയുടെ സ്നേഹവും വാത്സല്യവും രണ്ടും കാണപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഏതെല്ലാം ആത്മാക്കളെ പ്രതിയുള്ള ഭോഗ് ആയിരുന്നുവോ, ബാബയ്ക്ക് അവരുടെ വിശേഷ സ്നേഹസ്മരണകൾ നൽകി. ബാബയെയും ഭോഗ് സ്വീകരിപ്പിച്ചു. ബാബയുടെ മുന്നിൽ ഭോഗിൻ്റെ താലങ്ങൾ ഉണ്ടായിരുന്നു. സദ്ഗുരുവാർ ദിവസത്തിൽ
ബാബയുടെ മുന്നിൽ അനേകം താലങ്ങൾ ഉണ്ടായിരിക്കും. ബാബ ആ ഭോഗിൻ്റെ താലങ്ങളുടെ മേൽ വളരെയധികം ശക്തിശാലിയായ പ്രകാശവും പതിപ്പിക്കുന്നുണ്ടായിരുന്നു, ശക്തിയും നിറയ്ക്കുന്നുണ്ടായിരുന്നു. ബാബ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിച്ചു. നിങ്ങളെല്ലാ സഹോദരീ സഹോദരന്മാർക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.